മറ്റു വാർത്തകൾ നോക്കാം. സർക്കാരിന്റെ പുതിയ മദ്യനയം ഉടൻ. നടപ്പ് വർഷം ഒഴിവാക്കി അടുത്ത സാമ്പത്തിക വർഷത്തേക്കാണ് മദ്യനയം പ്രഖ്യാപിക്കുക. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുൾപ്പെടെ പരമാവധി ഇളവുകൾ വേണമെന്ന അഭിപ്രായമാണ് എക്സൈസ് വകുപ്പിന്. രാഷ്ട്രീയ അനുമതി ലഭിച്ചാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാവും. ബ്രുവറി വിവാദം ചൂടുപിടിക്കുന്നതിനിടെയാണ് പുതിയ മദ്യനയം പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. എല്ലാ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിലും ആ വർഷത്തേക്കുള്ള നയം പ്രഖ്യാപിക്കുന്നതാണ് പതിവ്. എന്നാൽ ഈ മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തേക്കുള്ള നയം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ വർഷം ഒഴിവാക്കി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള എക്സൈസ് നയം പ്രഖ്യാപിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മദ്യനയത്തിന്റെ കരട് തയ്യാറാണ്. മദ്യനയം ഇനി ഒട്ടും കാലതാമസം ഉണ്ടാവില്ല. മിക്കവാറും ഈ മാസം വരും. അല്ല, ഇനിയിപ്പോ ഒരു വർഷത്തിന്റെ കാര്യമില്ലല്ലോ, ഒരു വർഷം കഴിയാറായില്ലേ. എക്സൈസ് വകുപ്പിൽ എല്ലാം റെഡിയാണ്. ഇനി വേണ്ടത് രാഷ്ട്രീയ അനുമതി. CPM-ന്റെയും ഇടതുമുന്നണിയുടെയും അനുമതി ലഭിച്ചാൽ വൈകാതെ മദ്യനയം പ്രഖ്യാപിക്കും. 19 ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ നയം അവതരിപ്പിച്ചേക്കും. പരമാവധി ഇളവുകൾ നൽകി പുതിയ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ നയത്തിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായമാണ് എക്സൈസ് വകുപ്പിന്. അതിനനുസരിച്ചുള്ള നയമാണ് തയ്യാറാക്കിയതെന്നാണ് സൂചന. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ അശാസ്ത്രീയമെന്ന വിലയിരുത്തൽ നേരത്തെ വകുപ്പിനുണ്ട്. അതൊഴിവാക്കിയാലുണ്ടാകുന്ന സാമൂഹിക രാഷ്ട്രീയ വിമർശനങ്ങളാണ് വകുപ്പിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. IT പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കാൻ നേരത്തെ തന്നെ മദ്യനയം അനുമതി നൽകിയിട്ടുണ്ട്. അതിനുള്ള ചട്ടങ്ങളും തയ്യാറാണ്. പാർക്കുകളിലെ മദ്യശാല നടത്തിപ്പ് ആർക്കു നൽകണമെന്ന കാര്യത്തിലായിരുന്നു തർക്കം. ബാർ നടത്തി പരിചയമുള്ള ബാർ ഉടമകൾക്ക് തന്നെ ഇവിടെയും ലൈസൻസ് നൽകണമെന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വച്ചത്. എന്നാൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഇതിനെ എതിർത്തു. എതിർപ്പ് അവഗണിച്ച് ആ രീതിയിൽ തന്നെ അനുമതി നൽകാനാണ് തീരുമാനമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും. വ്യവസായ പാർക്കുകളിലെ മദ്യവിതരണത്തിനുള്ള ചട്ടങ്ങളും വൈകാതെ തീരുമാനിക്കും. ടൂറിസം മേഖലകളിൽ ബിയറും വൈനും വിളമ്പാൻ കഴിഞ്ഞ മദ്യനയം പ്രത്യേക ലൈസൻസ് നൽകിയിരുന്നു. പുതിയ മദ്യനയത്തിൽ ടൂറിസം മേഖലകളിൽ കൂടുതൽ ഇളവുകൾക്ക് ശുപാർശയുണ്ടാകും. ബാർ ലൈസൻസ് ഫീസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ച ശേഷം അടുത്തയാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ നയം അവതരിപ്പിക്കും. അവിടെ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വിവരങ്ങളുമായി അരുൺ തന്നെ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. സർക്കാരിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. വരുമാനം വരാനുള്ള ഏക മാർഗമല്ല, വളരെ ചുരുക്കം മാർഗങ്ങളിൽ ഒന്ന് മദ്യവുമാണ്. അപ്പോൾ അവിടെ ചില ഇളവുകൾ ഇല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോവുക അത്ര എളുപ്പമാവില്ല. പക്ഷേ അടുത്തതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ് വരുന്നത്. വലിയ ഇളവുകളിലേക്ക് പോയാൽ അല്ലെങ്കിൽ നിലപാടുകളിൽ വലിയ മാറ്റം വരുത്തിയാൽ അത് തിരിച്ചടിയുമാവും. അപ്പോൾ ഇതിനിടയിൽ ഒരു ബാലൻസിങ് നയം അത് എങ്ങനെയായിരിക്കും വരിക? ശ്രീജ, ഇപ്പോൾ തന്നെ ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദവും വലിയ ചീത്തപ്പേരും സർക്കാരിനുണ്ട്. ചീത്തപ്പേര് എന്ന് പറയുമ്പോൾ സഭാ നേതൃത്വമാണ്. കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭാധ്യക്ഷനൊക്കെ ഈ മദ്യനയത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു, ബ്രൂവറി ആരംഭിക്കുന്ന രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചില പരിമിതികൾ സർക്കാരുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വർഷമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ്. പക്ഷേ ഈ മദ്യം ശ്രീജ സൂചിപ്പിച്ച സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ധനാഗമ മാർഗങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല ടൂറിസം മേഖല, IT മേഖല, ഇതെല്ലാം ചേർത്ത് വായിക്കുകയാണ് സർക്കാർ. കാരണം ടൂറിസം മേഖലയിൽ ആവശ്യത്തിന് മദ്യഷാപ്പുകൾ ഇല്ലാത്തതും അല്ലെങ്കിൽ അവിടുത്തെ മദ്യഷാപ്പുകൾ, ബാർ ഉൾപ്പെടെയുള്ളവ അതിന്റെ സമയം ഒക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ പരാതി ടൂറിസം മേഖലയിലുള്ള ആളുകളുണ്ട്. അവിടെ മുഴുവൻ സമയം വേണമെങ്കിൽ മദ്യശാല തുറക്കണം, ആ രീതിയിലേക്ക് നയം മാറണമെന്ന ആവശ്യം കുറെ നാളുകളായി ടൂറിസം മേഖലയിൽ നിന്നുണ്ട്. IT പാർക്കുകൾ IT സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക മേഖലയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന വൻകിട കമ്പനികളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ജോലി സമയം കഴിഞ്ഞ് IT മേഖലയിൽ ഉള്ളവർക്ക് ഉല്ലസിക്കാൻ ഒരു സംവിധാനം വേണം, കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണം. സംസ്ഥാനത്ത് അതിന് പരിമിതികളുണ്ട്. ഈ IT മേഖല ജോലിയെ കഴിയുമ്പോൾ രാത്രിയാവും. അതിനുശേഷം ഈ ജീവനക്കാർക്ക് ഉല്ലസിക്കാൻ, അവർക്ക് സമയം പോകാനുള്ള വഴികളില്ല. അവിടെ IT പാർക്കുകളിലെ മദ്യം, ആ രീതിയിലാണ് സർക്കാർ IT പാർക്കുകളിൽ മദ്യം അനുവദിക്കാൻ തീരുമാനിച്ചത്. അത് 2 വർഷം മുമ്പ് ഉണ്ടായ തീരുമാനമാണ്. ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ചില തടസ്സങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മദ്യം അഡ്രസ് ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. IT പാർക്കുകളിലും അത് വ്യാവസായിക പാർക്കുകളിലുമൊക്കെ മദ്യശാലകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനമെടുത്തതാണ്. അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുമുണ്ട്. ഈ മദ്യനയത്തിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകും. മറ്റൊന്ന് 1-ാം തീയതി ഡ്രൈ ഡേ ആണ്.
1-ാം തീയതി ഡ്രൈ ഡേ അശാസ്ത്രീയമെന്ന വിലയിരുത്തൽ നേരത്തെ വകുപ്പിലുണ്ട്. കാരണം 1-ാം തീയതി ശമ്പളം വാങ്ങുന്ന ദിവസമാണ്. അതുകൊണ്ട് അന്ന് മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിച്ചാൽ പണം മുഴുവൻ, ആ തുക മുഴുവൻ മദ്യപിക്കുന്ന ആളുകൾ അവിടെ കൊണ്ടുപോകുമെന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പണ്ട് 1-ാം തീയതി ഡ്രൈ ഡേ ഏർപ്പെടുത്തിയത്. അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്ന വിലയിരുത്തൽ നേരത്തെയുണ്ട്. പക്ഷെ അത് മാറ്റുമ്പോഴും ഇത്തരം സാമൂഹിക വിമർശനങ്ങൾ, അത് ഈ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്താകട്ടെ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്താകട്ടെ, അത്തരം ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരും. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ആ തീരുമാനത്തിൽ പിന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ആ തീരുമാനം മാറ്റാൻ തയ്യാറാകാത്തത്. മന്ത്രിയുടെയും എക്സൈസ് വകുപ്പിന്റെയും നിലപാട് ഇത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ്. പക്ഷേ അവിടെ അനുമതി വേണ്ടത് രാഷ്ട്രീയ അനുമതിയാണ്. ഈ തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ മാറ്റം വരുത്താൻ കഴിയില്ല. ഏതായാലും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഈ മദ്യനയം അവതരിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 19-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ വേണ്ടത്ര ചർച്ചയില്ലെന്ന വിമർശനം മുന്നണിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മദ്യനയവും രാഷ്ട്രീയ അനുമതി കാത്തിരിക്കുകയാണ്. 19 മുന്നണി യോഗത്തിലും ഈ മദ്യനയം അവതരിപ്പിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തന്നെ സംസ്ഥാനത്തിന്റെ മദ്യനയം പ്രഖ്യാപിച്ചേക്കും. നേരത്തെയൊക്കെ എല്ലാ വർഷവും മദ്യനയം പ്രഖ്യാപിക്കുമായിരുന്നു. അത് ചെറിയ മാറ്റം, 2 വർഷത്തിലൊരിക്കൽ മദ്യനയം പ്രഖ്യാപിച്ച വർഷങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് 2 വർഷത്തിലൊരിക്കൽ മദ്യനയം പ്രഖ്യാപിച്ച ഒരു പതിവിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം വീണ്ടും എല്ലാ വർഷവും മദ്യനയം പ്രഖ്യാപിക്കാത്ത രീതിയിലേക്ക് പോയി. പക്ഷേ ഈ വർഷത്തെ, ഇപ്പോൾ നടപ്പ് വർഷത്തെ മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല. പല തടസ്സങ്ങൾ കാരണം അത് മാറ്റിവെക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഈ വർഷത്തെ മദ്യനയം പ്രഖ്യാപനം ഉണ്ടാകില്ല. പകരം അടുത്ത ഏപ്രിലിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള എക്സൈസ് നയമാകും പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിൽ ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. ഡ്രൈ ഡേയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. IT പാർക്കുകളിലെ, വ്യാവസായിക പാർക്കുകളിലെ മദ്യനയത്തിൽ മദ്യനയം എങ്ങനെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ കൃത്യമായ സൂചനകൾ ഉണ്ടാകും. ഈ IT പാർക്കുകളിലെ ആര് ലൈസൻസ് നൽകണം, അവിടെ IT പാർക്കുകൾക്ക് മദ്യ ലൈസൻസ് നൽകാൻ ആദ്യം ഒരു ശുപാർശ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മദ്യശാലകൾ നടത്തി പരിചയമില്ല. അതുകൊണ്ട് തന്നെ ബാർ ഉടമകൾക്ക്, നിലവിൽ ബാർ ലൈസൻസ് ഉള്ളവർക്ക് IT പാർക്കുകളിലെ മദ്യശാലകൾ നടത്താനുള്ള അനുമതി നൽകണമെന്നൊരു നിർദ്ദേശം എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് സബ്ജക്ട് കമ്മിറ്റിയിൽ നിയമസഭാ സബ്ജക്റ്റിൽ വന്നപ്പോൾ പ്രതിപക്ഷം ശക്തമായ എതിർപ്പുയർത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K ബാബുവുമാണ് ആ സബ്ജക്ട് കമ്മിറ്റിയിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ. അവർ ശക്തമായ എതിർപ്പുയർത്തി. ഇത് ബാർ ഉടമകൾക്ക് വേണ്ടിയുള്ള നയമാണെന്നൊരു വിമർശനം ഉയർന്നു വന്നു. അതുകൊണ്ട് സർക്കാർ അതിലൊരു തീരുമാനമെടുത്തില്ല. ഒരുപക്ഷേ ബാർ ഉടമകൾക്ക് നൽകിയേക്കാം, എങ്കിൽ അത് പുതിയൊരു രാഷ്ട്രീയവാദമായി വളർന്നു വരാനും സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തത വരേണ്ടത് മദ്യനയത്തിലാണ്. ഏതായാലും അധികം വൈകാതെ ഈ മദ്യനയം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരുപക്ഷെ അടുത്ത ആഴ്ച തന്നെ ഇടതുമുന്നണി യോഗത്തിന് ശേഷം മദ്യനയം പ്രഖ്യാപിക്കാനാണ് സാധ്യത. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മദ്യനയം ഉടൻ ഉണ്ടാകും. എന്തൊക്കെയായിരിക്കും ആ നയത്തിൽ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും കൗതുകത്തോടെ നമ്മൾ കാത്തിരിക്കുന്ന കാര്യം. എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ഉണ്ടാകും, എന്തൊക്കെ ഇളവുകൾ ഉണ്ടാകും, എന്തൊക്കെ നയം മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് കാത്തിരുന്ന് കാണാം.